കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നതിനപ്പുറം ഒരുപക്ഷെ നമുക്ക് പിണറായി വിരുദ്ധ വികാരം എന്നൊക്കെ നമുക്കൊരുപക്ഷെ വിശേഷിപ്പിക്കാൻ കഴിയും. കടക്കൂ പുറത്തു, വീട്ടിൽ പോയി ചോദിക്കൂ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ ഉണ്ടായത് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ ഇലക്ഷനിൽ 103 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി. മധുരം നൽകുമ്പോൾ അതിനേക്കാൾ കൈപ്പേറുന്ന ഒരു അനുഭവം കൂടി കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് BJP പോലും ഒരുപക്ഷെ സ്വപ്നം കാണാത്ത 3 സീറ്റാണ് കേരളത്തിൽ ജയിച്ചു കയറിയിരിക്കുന്നത്. ആ ജയിച്ചു കയറിയിരിക്കുന്ന സീറ്റ് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ, അതായത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം അലയടിച്ചിട്ടും ആ ഭരണവിരുദ്ധ വികാരം ഈ 3 സീറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നതും നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. ചിലയിടങ്ങളിൽ 2ാം സ്ഥാനത്ത് പോലും കോൺഗ്രസ്സിന് എത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിഹസിക്കുന്ന തോറ്റി അമ്പി എന്ന് പറയുന്ന വലിയ ഭൂരിപക്ഷത്തിന് MK അഷ്റഫ് ജയിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സുരേന്ദ്രനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച സ്ഥാനാർത്ഥി. 67,696 വോട്ടാണ്. അതേപോലെ തന്നെ കാസർഗോഡ് മത്സരിച്ച കല്ലട മായിൻ ഹാജിക്ക് എതിരെ മത്സരിച്ച ML അശ്വിനി നേടിയത് 53,698 വോട്ടാണ്. കേരളത്തിൽ 3ാം സ്ഥാനം BJPയുടെ സ്ഥാനാർത്ഥികളിൽ. അതേപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി നമ്മളെ പാലക്കാടുള്ള ശോഭാ സുരേന്ദ്രനാണ്. 49,052 വോട്ടാണ് നേടിയത്. ഈ 3 സ്ഥാനാർത്ഥികളും വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വോട്ടാണ് നമ്മളെ V മുരളീധരൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി മേടിച്ചത്. എന്നിട്ടും അദ്ദേഹം ജയിച്ചു കയറി. അതേപോലെ ചാത്തന്നൂരിൽ ഗോപകുമാറും സുരേന്ദ്രനേക്കാളും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ അശ്വിനേക്കാളും പല അവസരത്തിലും വോട്ട് എണ്ണുമ്പോൾ പിറകിലായിരുന്നു. അത്രയും വോട്ട് ശതമാനം കാണിച്ചിട്ടില്ല. എന്നിട്ടും ഇവർ ജയിച്ചു കയറി. അതേപോലെ തന്നെ നമ്മളെ നേമത്ത് മത്സരിച്ച് ജയിച്ച രാജീവ് ചന്ദ്രശേഖരനും BJP നേതാവായ K സുരേന്ദ്രനേക്കാൾ 10,000 വോട്ട് കുറവാണ് നേടിയത്. ഈ 3 പേരും വിജയിച്ച് കയറിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായി വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാവുക, ഈ 3 സ്ഥാനാർത്ഥികൾ BJPയുടെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കാസർഗോഡുള്ള ML അശ്വിനിയും പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഇവിടെ മുസ്ലിം വോട്ടുകൾ ക്രമാതീതമായി വലിയ രീതിയിലുള്ള മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള മുസ്ലിം വോട്ടുകൾ വളരെ കൃത്യമായി BJP ജയിക്കാതിരിക്കാൻ വേണ്ടി പ്രയോറിറ്റി നൽകുകയും ജയിക്കേണ്ട പാർട്ടിക്ക് അല്ലെങ്കിൽ BJPയേക്കാൾ മുൻതൂക്കം നിൽക്കുന്ന പാർട്ടിക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട് വോട്ട് കുത്തി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം മുസ്ലിം വോട്ടുകളുടെ കുറവാണ് സത്യത്തിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ V മുരളീധരനും അതോടൊപ്പം തന്നെ ചാത്തന്നൂരില്ല ഗോപകുമാറും ജയിച്ചു കയറാനുള്ള കാരണം. ഇവിടെയൊന്നും മുസ്ലിം വോട്ടുകൾ ക്രമാതീതമായി മറ്റ് ജില്ലകളിൽ പാലക്കാട് ജില്ലയിലെയും അതോടൊപ്പം തന്നെ കാസർഗോഡിലെ 2 നിയമസഭാ മണ്ഡലത്തിലെയും അത്ര വോട്ടുകൾ ഈ പറയുന്ന നേമത്തോ അല്ലെങ്കിൽ ചാത്തന്നൂരോ കഴക്കൂട്ടത്തോ മുസ്ലിം സമുദായത്തിന് ഇല്ല എന്നതാണ് ഈ ഇവിടങ്ങളിൽ BJP ജയിച്ച് കയറാനുള്ള പ്രധാന കാരണം. ത്രികോണ മത്സരത്തിൻ്റെ ഗ്യാപ്പിലൂടെ ഇവിടെ ഒരു പരീക്ഷണത്തിന് BJPയെ ഒരു പരീക്ഷണത്തിന് തയ്യാറാക്കി എന്നതുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ മുസ്ലിങ്ങൾക്ക് കൂടുതൽ വോട്ടില്ലാത്ത മറ്റ് മണ്ഡലങ്ങളിൽ തയ്യാറാവുന്നു എന്നൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 3 സീറ്റ് 10 ആവാനും 15 ആവാനും ഈ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന കേരളത്തിൽ വലിയ പാടില്ല. അതായത് ഇടതുപക്ഷം നശിക്കുമ്പോൾ, ഇടതുപക്ഷം ഇല്ലാതാകുമ്പോൾ ജയിച്ചു കയറുന്നത് അല്ലെങ്കിൽ പടർന്നു പന്തരിക്കുന്നത് ഇവിടെ BJP ആണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. VD സതീശൻ പോലും ഈ BJPയുടെ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു വിജയത്തെ അവരൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണെന്നും അവർ വിജയിച്ച് കയറിയതിൽ വലിയ അതിശയമൊന്നുമില്ല എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇവിടെ AICCക്കൊന്നും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നിലപാടുകളില്ല. കോൺഗ്രസും BJPയും നേരിൽ മത്സരിക്കുകയും
ഒടുവിൽ BJP കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം വരെ കേരളത്തിൽ നാളെ ഉണ്ടായാൽ അതിൽ നമ്മൾ അതിശയപ്പെടാനില്ല എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ BJPയെ ഒരു പരീക്ഷണത്തിന് 3 സീറ്റിൽ പരീക്ഷണത്തിന് തയ്യാറാക്കി വിജയിപ്പിച്ച അതേ ജനം നാളെ അത് കൂടുതൽ സീറ്റുകളിലേക്ക് പരീക്ഷണത്തിന് തയ്യാറാവും എന്നുള്ള ഒരു ലക്ഷണവും കൂടിയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മുസ്ലിം സമൂഹം മാത്രമാണ് ഈ BJP വിരുദ്ധത, BJP ഒരു എതിർക്കപ്പെടേണ്ട പാർട്ടിയായി കണക്കാക്കുന്നത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്ലടമാൻ ഹാജിയും AK അഷ്റഫും അതോടൊപ്പം തന്നെ രമേശ് പിഷാരടിയും അതിഗംഭീരമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ക്രമാതീതമായി മുസ്ലിം വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകളായി മാറിയതും ഈ UDF സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചതും അത്തരം മുസ്ലിം വോട്ടുകൾ BJPക്കെതിരായി ഏകീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ 3 മണ്ഡലത്തിൽ BJPയെ ഒരു പരീക്ഷണ വസ്തുവായി ഇവിടെയുള്ള വോട്ടർമാർ കണ്ടതുപോലെ നാളെ മറ്റു മണ്ഡലങ്ങളും ഇതേ രീതിയിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറാവും എന്ന കാര്യത്തിൽ തയ്യാറാവില്ല എന്നൊന്നും നമുക്ക് മുറിച്ച് പറയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുഖങ്ങൾ എങ്ങനെയാണോ മൂക്കും കുത്തി താഴെ വീണത്, അതേപോലെ ഇടതുപക്ഷം മൂക്കും കുത്തി താഴെ വീഴുമ്പോഴും ഇവിടെ BJPക്ക് സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷം നശിക്കുമ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ്സിലൂടെ BJP വളരും എന്നത് നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളിലും കണ്ട കാഴ്ചയാണ്. ഇടതുപക്ഷം നശിച്ച തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു കയറിയ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തമിഴ്നാട്ടിലും DMKയും ADMKയും നശിക്കുമ്പോൾ അവിടെ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി പൊടുന്നനെ വലിയ നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയും ഇതേ രീതിയിൽ നാളെ BJPക്ക് കൈ കൊടുത്തുകൊണ്ട് അല്ലെ ജയിച്ചു കയറാനുള്ള ഒരു ഏണിപ്പടിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് DMK സഖ്യത്തിൽ ചേർന്ന സമയത്തും കോൺഗ്രസ് DMKയുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. വിജയിച്ചു കയറിയപ്പോൾ വിജയിയെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പിന്തുണക്കാൻ ആലോചിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ വിജയിച്ചു കയറിയപ്പോൾ DMKയും ADMKയോടൊപ്പം കോൺഗ്രസ് നിന്നുകൊണ്ട് ആ ഒരു സഖ്യത്തെ പുതിയൊരു സഖ്യം രൂപീകരിക്കുകയും വിജയിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമവുമായിരുന്നു നടത്തേണ്ടിയിരുന്നത്. കാരണം വിജയ് എന്ന് പറയുന്നത് നാളത്തെ BJPയാണ്. BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഇദ്ദേഹം നടത്തിയിട്ടുണ്ടാവും. അല്ലാത്ത രീതിയിൽ ഒരു അർത്ഥത്തിലും ഇത്രയും വലിയ ക്രമാതീതമായ ഒരു വളർച്ച വിജയിയുടെ പാർട്ടിക്ക് നേട്ടം കൈയൊടുക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ചില ഗൂഢാലോചനകളും ചില രാഷ്ട്രീയ താപ്പാന്മാർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയും അത് നാളെ BJPക്ക് അനുകൂലമാക്കി അല്ലെങ്കിൽ ഈ വിജയിയുടെ പാർട്ടിയെ നാളെ BJP വിഴുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയായാലും ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളായ തമിഴ്നാടും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളും ഇതോടൊപ്പം തന്നെ ഇല്ലാതായി എന്നതും നമ്മൾ വലിയ രീതിയിൽ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ വിജയത്തിനിടയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗവും ക്രമാതീതമായി സന്തോഷിക്കുമ്പോൾ BJPയുടെ വിജയത്തിനിടയിലെ ആശങ്കയും അതിനെപ്പറ്റി കൂടുതൽ പഠനവും അതോടൊപ്പം തന്നെ BJPയെ സമീപഭാവിയിൽ കൂടുതൽ നേട്ടങ്ങളില്ലാതിരിക്കാൻ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ചിന്തിച്ചില്ലെങ്കിൽ നാളെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി BJP കൃത്യമായി പണിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നു പോകാൻ, പരാജയത്തിൽ നിന്നും തിരിച്ചു വരാൻ തങ്ങളുടെ നിലപാടുകളിൽ തങ്ങളുടെ രാഷ്ട്രീയ അപജയം എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ദിനോസറിൻ്റെ ഒരു ചരിത്രമായി മാറും എന്നതോടൊപ്പം തന്നെ ഇവിടെ സംഘപരിവാരത്തെ ഫാഷിസത്തെ ക്രിയാത്മകമായി പ്രതിരോധിക്കാൻ ഒരു സംവിധാനം ഇല്ലാതാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.